രാത്രി നമസ്കാരത്തെ സംബന്ധിച്ചും അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും എപ്രകാരമാണ് അത് നിർവഹിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുമെല്ലാം ചില കാര്യങ്ങൾ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ആമുഖം ദീർഘമായി പറയാതെ നേർക്കുനേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യം നാം പരിശോധിക്കുന്നത് എന്താണ് ഖിയാമുൽ ലൈൽ. ഖാമ യഖൂമു ഖിയാമൻ എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നാണ് അർത്ഥം. പ്രത്യേകിച്ചും നമസ്കരിക്കാൻ വേണ്ടിയുള്ള നൃത്തമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രി. അപ്പോൾ ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രിയിലെ നൃത്തമാണ്, അഥവാ സ്വലാത്തുൽ ലൈൽ, രാത്രിയിലെ നമസ്കാരമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖിയാമുൽ ലൈൽ എന്ന് പറയുമ്പോൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് രാത്രി നമസ്കാരമാണ്. അതേ സന്ദർഭത്തിൽ രാത്രിയിൽ നിർവഹിക്കപ്പെടുന്ന പ്രാർത്ഥനകൾ, ഖുർആനിൻ്റെ പാരായണം, മറ്റു ദിക്റുകൾ, മറ്റു ഇബാദാത്തുകൾ എല്ലാം തന്നെ ഖിയാമുൽ ലൈലിൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമസ്കാരം തന്നെയായതിനാൽ സ്വലാത്തുൽ ലൈൽ, രാത്രിയിലെ നമസ്കാരത്തിന് ഖിയാമുൽ ലൈൽ എന്ന് പ്രത്യേകം പറയാറുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ചുരുക്കത്തിൽ ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രധാനമായും അർത്ഥമാക്കുന്നത് സ്വലാത്തുൽ ലൈൽ, രാത്രി നമസ്കാരമാണ്. അതിനെ സംബന്ധിച്ച് ഹദീസുകളുടെയും ഖുർആനിലെ പ്രയോഗങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഉലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് സ്വലാത്തു ഖിയാമിൽ ലൈൽ, രാത്രിയിലെ നമസ്കാരം, അതല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഹിയ സ്വലാത്തുൻ നഫ്ൽ, അത് നഫ്ലായ അഥവാ ഐച്ഛികമായ നിർബന്ധമല്ലാത്ത നമസ്കാരമാണ്. മിൻ ബഅദി ഫിഅലി സ്വലാത്തിൽ ഇശാ നമസ്കാരത്തിന് ശേഷമാണ് അതിൻ്റെ സമയം ആരംഭിക്കുന്നത്. ഇലാ തുലൂഇൽ ഫജ്രി സാനി, രണ്ടാമത്തെ ഫജ്ർ വരെ എന്ന് പറഞ്ഞാൽ സുബഹി ബാങ്ക് വരെ. ഫജ്ർ നമസ്കാരം ആ നമസ്കാരത്തിൻ്റെ സമയമായി എന്നറിയിക്കുന്ന ബാങ്കിൻ്റെ സമയം വരെ, ഫജ്ർ നമസ്കാരത്തിൻ്റെ സമയം വരെ നിർവഹിക്കപ്പെടുന്ന നമസ്കാരത്തിനാണ്, നിർബന്ധമല്ലാത്ത ഐച്ഛിക നമസ്കാരത്തിനാണ് ഖിയാമുൽ ലൈൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്വലാത്തു ഖിയാമിൽ ലൈൽ, രാത്രി നമസ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് എന്ന് വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും ഈ ഒരു വിശദീകരണം ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും പിൻബലത്തോടുകൂടി ഉലമാക്കൾ നൽകിയിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് ഈ നമസ്കാരം രാത്രിയാണ് നിർവഹിക്കുക എന്നതിന് ഖുർആനിൽ നിന്ന് നമുക്ക് തെളിവ് കാണാം. സൂറത്തുൽ മുസ്സമ്മിലിലെ 1-2 ആയത്തുകൾ. യാ അയ്യുഹൽ മുസ്സമ്മിൽ, ഓ മൂടിപ്പുതച്ച് കിടന്നുറങ്ങുന്നവനെ, ഖുമിൽ ലൈല, രാത്രിയിൽ എഴുന്നേൽക്കുക, ഇല്ലാ ഖലീല, അല്പമൊഴികെ എന്ന് പറഞ്ഞാൽ അല്പം ഉറങ്ങി ബാക്കി സമയം നമസ്കരിക്കുവാൻ വേണ്ടി എഴുന്നേൽക്കുക. അവിടെ ഖുമിൽ ലൈല, രാത്രിയിൽ എഴുന്നേൽക്കുക, അതിൽ നിന്നാണ് ഖിയാമുൽ ലൈൽ എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് നമസ്കാരവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഖിയാമുൽ ലൈൽ കൊണ്ട് ഇവിടെ ഉദ്ദേശം സ്വലാത്തുൽ ലൈലാണ്, രാത്രി നമസ്കാരമാണ്. സൂറത്തുൽ ദാരിയാത്തിലെ 17-18 ആയത്തുകളിൽ നമുക്ക് കാണാം, കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർ രാത്രിയിൽ വളരെ അല്പം മാത്രമേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, പ്രഭാതത്തോടടുത്ത വേളകളിൽ അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നവരുമായിരുന്നു. ഇവിടെയും മിനൽ ലൈൽ, രാത്രിയിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വേറെയും ധാരാളം ആയത്തുകളിൽ രാത്രിയിലെ നമസ്കാരം എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചത് കാണാൻ സാധിക്കും. അപ്പോൾ അത് രാത്രിയിൽ നിർവഹിക്കപ്പെടുന്ന നമസ്കാരമാണ്. പിന്നീട് പറഞ്ഞിട്ടുള്ളത് ഇശാ നമസ്കാരത്തിന് ശേഷം സുബൈ നമസ്കാരം വരെ എന്നാണല്ലോ. എന്താണ് അതിനുള്ള തെളിവ്? ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അബൂ ബസ്റ റളിയല്ലാഹു തആല അൻ അദ്ദേഹം പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ സാദക്കും സ്വലാത്ത, അള്ളാഹു നിങ്ങൾക്ക് 5 വഖ്ത് നമസ്കാരത്തിന് പുറമെ ഒരു നമസ്കാരം കൂടി വർദ്ധിപ്പിച്ച് നൽകിയിരിക്കുന്നു. വഹിയൽ വിത്രു, അതാകുന്നു വിത്ർ നമസ്കാരം അഥവാ രാത്രിയിലെ നമസ്കാരം. ഫസല്ലൂഹ, അതിനാൽ നിങ്ങൾ അത് നമസ്കരിക്കണം. ഫീമാ ബൈന സ്വലാത്തിൽ ഇശാഇ ഇലാ സ്വലാത്തിൽ ഫജ്ർ, ഇശാഇനും ഫജ്ർ നമസ്കാരത്തിനും ഇടയിലുള്ള സന്ദർഭത്തിൽ. അപ്പോൾ രാത്രി നമസ്കാരം ഇശാ നമസ്കാരം കഴിഞ്ഞ്
ഫജ്ർ വരെയാണ് അതിൻ്റെ സമയം. ഈ സന്ദർഭത്തിൽ ഏത് സമയത്തും രാത്രി നമസ്കാരം ഖിയാമുൽ ലൈൽ അല്ലെങ്കിൽ വിത്ർ നമസ്കരിക്കാം എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് തെളിവ് ലഭിക്കുന്നു. അതേപോലെ തന്നെ അത് ഇശായിന് ശേഷമാണ് എന്നതിലേക്ക് സൂചന നൽകുന്ന മറ്റൊരു ഹദീസാണ് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അഫ്ളലു സ്വലാത്തി ബഅദൽ മഫ്റൂദ സ്വലാത്തുൽ ലൈൽ. ഫറളാക്കപ്പെട്ട നിർബന്ധമാക്കപ്പെട്ട 5 നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം സ്വലാത്തുൽ ലൈലാണ്, രാത്രിയിൽ നമസ്കാരമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന പോയിന്റ്, മഗ്രിബ് നമസ്കാരം യഥാർത്ഥത്തിൽ രാത്രിയിലെ നമസ്കാരമാണ്. രാത്രി തുടങ്ങുമ്പോഴാണല്ലോ മഗ്രിബ് നമസ്കാരം. ഇശാ നമസ്കാരവും രാത്രിയിലെ നമസ്കാരമാണ്. പക്ഷേ ഇത് രണ്ടും ഖിയാമുൽ ലൈൽ എന്ന ആ നമസ്കാരത്തിൻ്റെ പരിധിയിൽ അറിയപ്പെടുന്നതല്ല. എന്തുകൊണ്ട്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ബഅദൽ മഫ്റൂള, നിർബന്ധമാക്കപ്പെട്ട നമസ്കാരത്തിന് ശേഷം. അപ്പോൾ നിർബന്ധമാക്കപ്പെട്ട നമസ്കാരത്തിൽപ്പെട്ടതാണ് മഗ്രിബ് നമസ്കാരവും ഇശാ നമസ്കാരവും. അപ്പോൾ അതിനുശേഷം നിർവഹിക്കപ്പെടുന്ന നമസ്കാരത്തെക്കുറിച്ചാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? സ്വലാത്തുൽ ലൈൽ, രാത്രി നമസ്കാരം എന്ന്. അത് തന്നെയാണ് നേരത്തെ പറഞ്ഞ ഹദീസിലുമുള്ളത്, ഫസല്ലൂഹാ ഫീമാ ബൈന സ്വലാത്തിൽ ഇശാഇ ഇലാ സ്വലാത്തിൽ ഫജ്ർ. ഇശാ കഴിഞ്ഞതിന് ശേഷം ഫജ്ർ വരെയുള്ള സന്ദർഭത്തിൽ സമയത്തിൽ നിർവഹിക്കേണ്ടുന്ന നമസ്കാരം. അപ്പോൾ ആ ഒരു നമസ്കാരത്തിനാണ് രാത്രി നമസ്കാരം അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ അല്ലെങ്കിൽ സ്വലാത്തുൽ ലൈൽ എന്നെല്ലാം അറിയപ്പെടുന്നത്. അത് നിർബന്ധമല്ല എന്നതിനുള്ള തെളിവാണ് ഇവിടെ ഇപ്പോൾ ഉദ്ധരിച്ച ഹദീസ്, അഥവാ ബഅദൽ മഫ്റൂള, നിർബന്ധ നമസ്കാരത്തിന് ശേഷം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സ്വലാത്തുൽ ലൈൽ നിർബന്ധമല്ല എന്നും നമുക്ക് ലഭിച്ചു. അപ്പോൾ നിർബന്ധമല്ലാത്ത എന്നാൽ ഐച്ഛികമായി നിർവഹിക്കൽ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഇശാ നമസ്കാരത്തിനും ഫജ്ർ നമസ്കാരത്തിനും ഇടയിലുള്ള സന്ദർഭത്തിൽ രാത്രിയിൽ നിർവഹിക്കപ്പെടുന്ന നമസ്കാരത്തിനാണ് എന്ത് പറയുന്നത്? ഖിയാമുൽ ലൈൽ എന്ന് പറയുന്നത്. അതാണ് ഉലമാക്കളുടെ ഖൗലുകളിൽ നിന്നും പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യം. ഇനി ഇൻഷാ അള്ളാഹ് രാത്രി നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തിലേക്കും അതിൻ്റെ വമ്പിച്ചതായ പ്രതിഫലങ്ങളിലേക്കും നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിക്കാം. അതിനു മുമ്പ് നമസ്കാരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫضലിനെ സംബന്ധിച്ച്, ഒരു പ്രാധാന്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കട്ടെ. അതെല്ലാ നമസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്, രാത്രി നമസ്കാരവുമായി മാത്രം ബന്ധപ്പെട്ടതല്ല. മറിച്ച് നാം നിർവഹിക്കുന്ന സ്വലാത്ത് നമസ്കാരം അത് ഐച്ഛികമാകട്ടെ നിർബന്ധമാകട്ടെ, ആ നമസ്കാരത്തിലൂടെ സംഭവിക്കുന്നത് എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് നോക്കാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന അഹദക്കും, നിങ്ങളിൽ ഒരാൾ, ഇദാ ഖാമ ഫീ സ്വലാത്തിഹി, നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ, ശ്രദ്ധിക്കുക, നമസ്കരിക്കാൻ വേണ്ടി ഒരാൾ നിന്നു കഴിഞ്ഞാൽ, ഫഇന്നഹു യുനാജി റബ്ബഹു, തൻ്റെ രക്ഷിതാവിനോട് അയാൾ സ്വകാര്യ സംഭാഷണം നടത്തുകയാണ്, മുനാജാത്ത് നടത്തുകയാണ്. അള്ളാഹുവുമായിട്ടുള്ള സംഭാഷണമാണ് നമസ്കാരം. ഔ ഇന്ന റബ്ബഹു ബൈനഹു വ ബൈനൽ ഖിബ്ല, അഥവാ ആ വ്യക്തിക്കും ഖിബ്ലക്കുമിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുണ്ട്. അവിടെ അതുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവിൻ്റെ സാമീപ്യം, അള്ളാഹുവിൻ്റെ അറിവ്, അള്ളാഹുവിൻ്റെ ശ്രദ്ധ, ഇതെല്ലാമാണ്. ചുരുക്കത്തിൽ ഒരു അടിമ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടിയും റഹ്മാനായ റബ്ബിനോടുള്ള മുനാജാത്താണ് നമസ്കാരം എന്ന തിരിച്ചറിവും അവർക്കുണ്ടാവട്ടെ. അപ്പോൾ ഒരു അടിമ തൻ്റെ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നടത്തുന്ന സംഭാഷണമാണ്, രഹസ്യ ഭാഷണമാണ് നമസ്കാരം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മനസ്സമാധാനവും അതിൻ്റെ ഒരു സന്തോഷവും ആഹ്ലാദവും പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നമ്മുടെ റബ്ബിൻ്റെ മുന്നിൽ മറ്റെല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് മറ്റുള്ള ആളുകളുമായിട്ടുള്ള സംസാരവും വ്യവഹാരങ്ങളും ഇടപാടുകളും എല്ലാം അവസാനിപ്പിച്ച് അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ചതിന് ശേഷം പിന്നീട് നടത്തുന്നത് ഒരു അടിമ തൻ്റെ റബ്ബുമായിട്ടുള്ള സംഭാഷണമാണ്. അതിലൂടെ ആ അടിമയ്ക്ക് ലഭിക്കുന്ന സന്തോഷം, ആത്മവിശ്വാസം, ആഹ്ലാദം, നിർഭയത്വം, ഇതെല്ലാം പറഞ്ഞറിയിക്കാവുന്നതിലും മേലെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിലും നമുക്ക് സമാനമായ ആശയം കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, അമാ ഇന്ന അഹദക്കും ഇദാ ഖാമ ഫി സ്വലാഹ്,
നിങ്ങളിൽ ഒരാൾ നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ ഫഇന്നഹു യുനാജി റബ്ബഹു, തൻ്റെ റബ്ബിനോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഫൽയഅലം അഹദുക്കും മാ യുനാജി റബ്ബഹു, തൻ്റെ രക്ഷിതാവിനോട് താൻ എന്തൊക്കെയാണ് പറയുന്നത് എന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നാണ്. അപ്പോൾ അർത്ഥമറിഞ്ഞുകൊണ്ട് പ്രാരംഭ പ്രാർത്ഥനകളുടെ, ഫാത്തിഹയുടെ, മറ്റു അധ്യായങ്ങളുടെ റുക്കൂഇലും സുജൂദിലും മറ്റു നമസ്കാരത്തിൻ്റെ ചലനങ്ങളിലും ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനകളെല്ലാം അറിഞ്ഞുകൊണ്ട് ഒരാൾ നമസ്കരിക്കുമ്പോൾ അതെല്ലാം താൻ തൻ്റെ റബ്ബുമായിട്ട് നടത്തുന്ന സംഭാഷണമാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. അപ്പോൾ ബോധത്തോടുകൂടി അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരടിമ തൻ്റെ റബ്ബുമായിട്ടുള്ള സംഭാഷണത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, നമസ്കാരത്തിൽ നാം ഏറ്റവും അധികം നിർവഹിക്കുന്ന, പ്രാധാന്യത്തോടുകൂടി നിർവഹിക്കുന്ന ഒരു കാര്യമാണല്ലോ ഖിറാഅത്തുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. ഖുർആനിൻ്റെ പാരായണം യഥാർത്ഥത്തിൽ എന്താണ്? അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹു തൻ്റെ സൃഷ്ടികളുമായി നടത്തുന്ന സംസാരമാണ്. അതിനുള്ള തെളിവ് നമുക്ക് ലഭിക്കും. സൂറത്തു ശൂറയിലെ 51-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമാ കാന ലിബശരിൻ അൻ യുകല്ലിമഹുല്ലാഹ് ഇല്ലാ വഹ്യൻ ഔ മിൻ വറാഇ ഹിജാബിൻ ഔ യുർസില റസൂലൻ ഫയൂഹിയ ബിഇദ്നിഹി മാ യശാ ഇന്നഹു അലിയ്യുൻ ഹകീം. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യനോടും വമാ കാന ലിബശരിൻ അൻ യുകല്ലിമഹുല്ലാഹ്, അള്ളാഹു ഡയറക്റ്റായി സംസാരിക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് സംസാരിക്കുക? ഇല്ലാ വഹ്യൻ, വഹിയിലൂടെ, ഒരു മനസ്സിൽ തോന്നിപ്പിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഔ മിൻ വറാഇ ഹിജാബിൻ, ഒരു മറയുടെ അപ്പുറത്ത് നിന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് സംസാരിച്ചതുപോലെ, അല്ലെങ്കിൽ ഔ യുർസില റസൂലൻ ഫയൂഹിയ ബിഇദ്നിഹി മാ യശാ, ഒരു നബിയെ അയച്ചിട്ട് ആ നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത് വഹിയായി നൽകൽ. അപ്പോൾ പ്രവാചകന്മാരെ നിയോഗിച്ച് ആ പ്രവാചകന്മാർക്ക് വഹിയായി നൽകുക, മലക്കുകളിലൂടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ വഹി നൽകുക. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥത്തിൽ മനുഷ്യനോട് സംസാരിക്കുകയാണ്. ആ സംസാരം ആർക്ക് വേണ്ടിയുള്ളതാണ്? അത് സൂറത്തുൽ ബഖറയിലെ 159-ാമത്തെ ആയത്തിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ചും പ്രവാചകന്മാരുടെ സന്ദേശങ്ങളെ സംബന്ധിച്ചും പറയുന്നിടത്ത് പറഞ്ഞിട്ടുള്ളത്, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നാം വിശദീകരിച്ചതിന് ശേഷം, മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നാം സന്മാർഗം വിശദീകരിച്ചതിന് ശേഷം അതിനെ മൂടി വെക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്ന കാര്യമാണ് സൂറത്തുൽ ബഖറയിലെ 159-ാമത്തെ ആയത്തിൽ പറയുന്നത്. അവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടുന്ന പ്രയോഗം മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബ്, ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചു കൊടുത്തതിന് ശേഷം. അപ്പോൾ ജനങ്ങൾക്കുള്ള അള്ളാഹുവിൻ്റെ വിശദീകരണമാണ് യഥാർത്ഥത്തിൽ വേദഗ്രന്ഥങ്ങളിലുള്ളത്, പരിശുദ്ധ ഖുർആനിലുള്ളത്. മനുഷ്യരോട് അള്ളാഹുവിന് പറയാനുള്ള കാര്യങ്ങളാണ്, അത് അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമസ്കരിക്കുമ്പോൾ ഒരടിമ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് സംസാരിക്കുന്നു. ആ നമസ്കാരത്തിൽ നാം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നമ്മോട് പറയാനുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അതിനെ മുനാജാത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. അടിമ അള്ളാഹുവിനോടും അള്ളാഹു അടിമയോടും സംസാരിക്കുന്ന ഒരു കാര്യം നമസ്കാരത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമസ്കാരം ഏറ്റവും വലിയ ആഹ്ലാദവും സന്തോഷവും നൽകുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ പറഞ്ഞതായി ഇമാം തബറാനി അദ്ദേഹത്തിൻ്റെ മുഅ്ജമിൽ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ജുഇലത് ഖുർറത്തു ഐനി ഫി സ്വലാഹ്, എനിക്ക് നമസ്കാരത്തിലാണ് കൺകുളിർമ നൽകപ്പെട്ടിട്ടുള്ളത്. കാരണം തൻ്റെ രക്ഷിതാവിനോടുള്ള സംസാരമാണ്. അള്ളാഹു തൻ്റെ അടിമയോടും സംസാരിക്കുന്നു. അതിലൂടെ ഉണ്ടാകുന്നത് വല്ലാത്തൊരു സന്തോഷവും കൺകുളിർമയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ല പ്രയാസങ്ങളും നേരിട്ടാൽ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയും, യാ ബിലാൽ അരിഹ്നാ ബിസ്സലാഹ്, ഓ ബിലാൽ, നമസ്കാരത്തിലൂടെ നമുക്ക് റാഹത്ത് നൽകൂ, സന്തോഷം നൽകൂ, ആഹ്ലാദം നൽകൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമസ്കാരം എന്നത് ഒരടിമ തൻ്റെ റബ്ബുമായിട്ട് നടത്തുന്ന സംഭാഷണമാണ്, മറ്റു ബന്ധങ്ങളും സംസാരങ്ങളുമെല്ലാം ഒഴിവാക്കിക്കൊണ്ട്. അപ്പോൾ രാത്രിയിലുള്ള നമസ്കാരം എത്രമാത്രം തൻ്റെ രക്ഷിതാവിനോട് ഒരടിമ ചേർന്ന് നിൽക്കുന്ന ഒരു സന്ദർഭമാണ്, സാഹചര്യമാണ്, ആരാധനയാണ് എന്ന് ആലോചിച്ചു നോക്കുക. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരടിമ എഴുന്നേൽക്കുകയും തൻ്റെ രക്ഷിതാവിനോട് സംസാരിക്കുകയും ചെയ്യുന്നു.
പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കുമ്പോൾ റഹ്മാനായ റബ്ബ് തൻ്റെ അടിമയോട് പറയുന്ന കാര്യങ്ങൾ അയാൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഏറെ സന്തോഷവും ആഹ്ലാദവും പ്രാധാന്യവും നിറഞ്ഞ ഒരു മുഹൂർത്തമാണ്, ഒരു ഇബാദത്താണ് രാത്രി നമസ്കാരം എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി നമസ്കാരത്തിന് ഏറെ പ്രാധാന്യം നൽകിയിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമുക്ക് ആ വിഷയത്തിലേക്കുള്ള ചില തെളിവുകൾ മനസ്സിലാക്കാം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലെ 64-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ച്, പരമകാരുണ്യകനായ അള്ളാഹുവിൻ്റെ അടിമകളെ സംബന്ധിച്ച് പറയുന്നിടത്ത് അവരുടെ പ്രത്യേകമായൊരു ഗുണം പറഞ്ഞത് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. അവർ അവരുടെ രാത്രി കഴിച്ചുകൂട്ടുന്നത് എപ്രകാരമാണ്? ഇവിടെ ബാത്ത യബീത്തു എന്ന് പറഞ്ഞാൽ രാത്രി സമയം ഉപയോഗപ്പെടുത്തുന്നതിനാണത് പറയുന്നത്. അവർ തങ്ങളുടെ രക്ഷിതാവിന് വേണ്ടി രാത്രിയിൽ എങ്ങനെയാണ് അത് ഉപയോഗപ്പെടുത്തുന്നത്? രാത്രിയെ ഉപയോഗപ്പെടുത്തുന്നത് സുജ്ജദൻ വഖിയാമ, സുജൂദിലായിക്കൊണ്ടും നിന്നുകൊണ്ടും, അഥവാ അവർ രാത്രി നമസ്കാരം നിർവഹിക്കുന്നവരാണ്. പരമകാരുണ്യകനായ അള്ളാഹുവിൻ്റെ അടിമകളുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റിയായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സുജൂദിലായിക്കൊണ്ടും നിന്നുകൊണ്ടും രാത്രി നമസ്കരിക്കുന്നവരാകുന്നു അവർ എന്നാണ്. സൂറത്തു സുമറിലെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അല്ലൈലി. രാത്രിയിലുടനീളം വിനയാന്യതരായിക്കൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ, അതാണ് ആനാ അല്ലൈൽ, രാത്രിയിലുടനീളം. എങ്ങനെ? സാജിദൻ വ ഖായിമ, സുജൂദിലായിക്കൊണ്ടും നിന്നുകൊണ്ടും. എന്ന് പറഞ്ഞാൽ സുജൂദിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് നമസ്കാരത്തിൽ. അതുകൊണ്ട് തുടങ്ങിയത് വഖായിമ, നിന്നുകൊണ്ടും സുജൂദിലായിക്കൊണ്ടും രാത്രി നമസ്കരിക്കുന്നവർ. എന്താണ് കാരണം? യഹ്ദറുൽ ആഖിറ, അവർ പരലോകത്തെ ഭയപ്പെടുന്നു. വയർജു റഹ്മത റബ്ബിഹി, റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യത്തെ അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നത്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാകുമോ? ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാരെ ഉറ്റ് ആലോചിക്കുകയുള്ളൂ. അപ്പോൾ ബുദ്ധിയുള്ള ആളുകളുടെ അടയാളമാണ്, അതേപോലെ തന്നെ വിജ്ഞാനമുള്ള അറിവുള്ള ആളുകളുടെ അടയാളമാണ് രാത്രിയിലെ അവരുടെ നമസ്കാരം. വിനയാന്യതരായിക്കൊണ്ട് പരലോകത്തെ ഭയപ്പെട്ട് സ്വർഗത്തെ പ്രതീക്ഷിച്ച് അവർ സുജൂദിലും നിന്നുകൊണ്ടും നമസ്കാരത്തിലും ഒഴുകുന്നവരാണ് എന്നാണ് സൂറത്തു സുമറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ വിശ്വാസികൾ രാത്രി നമസ്കാരക്കാരാണ്, അവരതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്നവരാണ്, അവർ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുമെന്നൊക്കെയാണ് ഈ ആയത്തുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതേപോലെ തന്നെ സൂറത്തു ദാരിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, 17-ാമത്തെ ആയത്ത്, കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ. അവർ രാത്രിയിൽ അല്പം മാത്രമേ ഉറങ്ങാറുള്ളൂ, ബാക്കി സമയം അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? രാത്രി നമസ്കാരത്തിൽ മുഴുകുകയാണ്. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. സുഹൂറിൻ്റെ സമയത്ത് അഥവാ സുബഹിയോടടുത്ത സമയത്ത് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ രാത്രിയിൽ അല്പം മാത്രം ഉറങ്ങുകയും ബാക്കി സമയം നമസ്കരിക്കുകയും ചെയ്യുന്നവരാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് സാമീപ്യം ലഭിക്കുന്ന വിശ്വാസികൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സൂറത്തുൽ മുസമ്മിൽ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വ അഖ്വമു ഖീല. തീർച്ചയായും രാത്രിയിൽ എഴുന്നേറ്റുകൊണ്ടുള്ള നമസ്കാരം നാവിനെ നേരെ നിർത്തുന്നതും ഹൃദയത്തിൻ്റെ വമ്പിച്ച മനസ്സാന്നിധ്യം നൽകുന്നതുമാണ്. ഇൻഷാ അല്ലാഹ് അവയുടെ വ്യാഖ്യാനം എന്താണ് എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ചുരുക്കത്തിൽ വളരെയധികം ഹൃദയത്തിൻ്റെ ശുദ്ധിയും സ്ഥിരതയും ധൈര്യവും നൽകുന്നതും വാക്കുകളെ നേരെ ചൊവ്വയാക്കുന്നതും മനുഷ്യർക്ക് ഇഖ്ലാസ് നൽകുന്നതും ജീവിത രീതികളെ നേരെ ചൊവ്വയെ നിലനിർത്തുന്നതുമാണ് രാത്രി നമസ്കാരം. അതുകൊണ്ട് തന്നെ പ്രവാചകനും സത്യവിശ്വാസികളുമെല്ലാം തന്നെ സ്വാലിഹീങ്ങളെല്ലാം തന്നെ രാത്രി നമസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുസമ്മിലിലൂടെ പഠിപ്പിക്കുന്നു. സൂറത്തു സജ്ദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വ തമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവർ അവരുടെ കിടപ്പാടങ്ങളിൽ നിന്ന് അവരുടെ പാർശ്വങ്ങൾ എഴുന്നേറ്റ് വരുന്നു. എന്തിനാണത്? യദ്ഊന റബ്ബഹും, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, അവനോട് ദുആ ചെയ്യാൻ, ഖൗഫൻ വ തമഅ, പ്രതീക്ഷയോടുകൂടിയും പേടിയോടുകൂടിയും, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യുന്നു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗീയ ലോകത്ത് കൺകുളിർമയുള്ള ധാരാളം കാര്യങ്ങൾ ഒരുക്കി വെച്ചതിനെക്കുറിച്ച് 17-ാമത്തെ ആയത്തിൽ പറയുന്നു.
അപ്പോൾ അവർ രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നവരാണ് എന്നും ഉറക്കം ഉപേക്ഷിച്ചുകൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി വരുന്നവരാണ് എന്നും അവർക്ക് വമ്പിച്ച പ്രതിഫലം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ടെന്നും സൂറത്തു സജ്ദയിലെ 32-ാം അധ്യായത്തിലെ 16-17 വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വേറെയും ധാരാളം വചനങ്ങളിലൂടെ പരിശുദ്ധ ഖുർആനിൽ രാത്രി നമസ്കാരത്തിൻ്റെ പ്രാധാന്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച് തന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും രാത്രി നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ധാരാളമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, അഫ്ദലു സിയാമി ബഅദ റമദാൻ ഷഹറുല്ലാഹിൽ മുഹറമു. റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് അത് മുഹറം മാസത്തിലെ നോമ്പാണ്. വ അഫ്ദലു സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ. നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ അഥവാ ഫജ്ർ മുതൽ ഇശാ വരെയുള്ള നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നമസ്കാരം സ്വലാത്തുൽ ലൈൽ, രാത്രി നമസ്കാരമാണ്. അപ്പോൾ 5 വക്ത് നമസ്കാരം കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ മുമ്പിലും അതിൻ്റെ ശേഷവുമൊക്കെ ധാരാളം സുന്നത്ത് നമസ്കാരമുണ്ട്. അതിനേക്കാളൊക്കെ ഫضലുള്ളതാണ് ഏത് നമസ്കാരത്തിന്? സ്വലാത്തുൽ ലൈൽ, രാത്രി നമസ്കാരത്തിന്. അപ്പോൾ 5 വക്ത് നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള നമസ്കാരമാണ് രാത്രി നമസ്കാരം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. ആ ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ഫഅൻബിഇനി ബിഅമലിൻ ഇൻ അമിൽതു ബിഹി ദഖൽതുൽ ജന്ന. അല്ലാഹുവിൻ്റെ റസൂലെ, എനിക്കൊരു അമല് പറഞ്ഞു തരണം, ഞാൻ ആ അമല് ചെയ്താൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കണം, അങ്ങനെയുള്ള ഒരു അമല് എനിക്ക് പറഞ്ഞു തരൂ. അപ്പോൾ സ്വർഗത്തിൽ എന്നെ പ്രവേശിപ്പിക്കുന്ന ഒരു അമല് പറഞ്ഞു തരാൻ വേണ്ടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? ഒന്ന്, ഖാല അഫ്ശിസ് സലാം, സലാം പറയൽ വ്യാപിപ്പിക്കുക, വിശ്വാസികൾക്കെല്ലാം സലാം പറയുക. വഅത്ബിൽ കലാം, നല്ല വാക്കുകൾ മാത്രം പറയുക. വസിലിൽ അർഹാം, കുടുംബബന്ധം ചേർക്കുക. വഖും ബിൽ ലൈൽ, രാത്രിയിൽ എഴുന്നേൽക്കുക അഥവാ നമസ്കരിക്കാൻ വേണ്ടി. വന്നാസു നിയാമുൻ, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം അശ്രദ്ധയിലോ തങ്ങളുടേതായ സുഖങ്ങളോ ആഗ്രഹിച്ചുകൊണ്ട് ഉറങ്ങുന്ന ആ ഒരു സന്ദർഭത്തിൽ നീ രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുക, എങ്കിൽ തദ്ഖുലിൽ ജന്നത ബിസലാമിൻ, സമാധാനത്തോടുകൂടി നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ സമാധാനത്തോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കാരണമായി തീരുന്ന അമലുകളിൽ പ്രവാചകൻ പഠിപ്പിച്ചതെന്താണ്? എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കണം എന്നാണ്. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്തദ്റക്കിൽ ഉദ്ധരിക്കുന്നു, അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ഫിൽ ജന്നത്തി ഗുറഫൻ യുറാ ളാഹിറുഹാ മിൻ ബാത്തിനിഹാ വ ബാത്തിനുഹാ മിൻ ളാഹിരിഹാ. സ്വർഗത്തിൽ ചില അറകളുണ്ട്, ചില റൂമുകളുണ്ട്. എന്താണ് അതിൻ്റെ പ്രത്യേകത? പുറമെ നിന്ന് നോക്കിയാൽ അകത്തേക്ക് കാണാം, അകത്ത് നിന്ന് നോക്കിയാൽ പുറത്തേക്കും കാണാം. അപ്പോൾ പളുങ്കുകൊണ്ടുള്ള അല്ലെങ്കിൽ സ്ഫടികം കൊണ്ടുള്ള മനോഹരമായ അറകൾ, മുറികൾ സ്വർഗലോകത്തുണ്ട്. അപ്പോൾ അബൂ മാലിക് അശ്അരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, ലിമൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, ഇത് ആർക്കുള്ളതാണ് ഈ ഒരു വീട് അല്ലെങ്കിൽ ഈ ഒരു കൊട്ടാരം, ഈ ഒരു അറകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ലിമൻ അതാബൽ കലാം, നല്ല വാക്കുകൾ പറയുന്നവർക്കാണ്. വ അത്അമ അത്അം, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നവർക്കുള്ളതാണ്. വബാത ഖായിമൻ വന്നാസു നിയാമുൻ, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രിയിൽ നമസ്കരിക്കുന്നവർക്കുള്ളതാണ്. അപ്പോൾ ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രി നമസ്കരിക്കുന്ന ഖിയാമുൽ ലൈലിൻ്റെ, സ്വലാത്തുൽ ലൈലിൻ്റെ ആളുകൾക്ക് സ്വർഗത്തിൽ ഈ പറഞ്ഞതുപോലെയുള്ള മനോഹരമായ സ്ഫടികം കൊണ്ടോ പളുങ്കുകൊണ്ടോ ഉള്ള, പുറത്തുനിന്ന് നോക്കിയാൽ അകത്തേക്കും അകത്തു നിന്ന് നോക്കിയാൽ പുറത്തേക്കും കാണുന്ന വീടുകളുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി അദ്ദേഹം കേട്ടു. എന്താണ്? ഇന്ന ഫിൽ ലൈലി ലസാഅതൻ, രാത്രിയിൽ ഒരു സമയമുണ്ട്. ലാ യുവാഫിഖുഹാ റജുലുൻ മുസ്ലിമുൻ, ഒരു മുസ്ലിമായ വ്യക്തി ആ സമയത്തോട് യോജിച്ചുകൊണ്ട് നമസ്കരിക്കുകയും യസ്അലുല്ലാഹ ഖൈറൻ മിൻ അംരി ദുനിയ വൽ ആഖിറ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുനിയാവിൻ്റെയോ ആഖിറത്തിൻ്റെയോ ഒരു ഖൈറ് ചോദിക്കുകയും ചെയ്താൽ ഇല്ലാ അഅതാഹു ഇയ്യാഹു വദാലിക കുല്ല ലൈലത്തിൻ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് നൽകാതിരിക്കുകയില്ല, അതെല്ലാ രാത്രിയിലുമുണ്ട്. അപ്പോൾ എല്ലാ രാത്രിയിലും ഒരു നിർണിതമായ സമയമുണ്ട്.
ആ സമയത്ത് ഒരടിമ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുനിയാവിൻ്റെയോ ആഖിറത്തിൻ്റെയോ ഏത് നന്മ ചോദിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നൽകുമെന്നാണ്. അപ്പോൾ രാത്രി നമസ്കാരക്കാർക്കാണ് ആ ഒരു അവസരം ലഭിക്കുന്നത്. രാത്രി എഴുന്നേറ്റ് ഇബാദത്തുകളിൽ മുഴുകുന്ന, ഇസ്തിഗ്ഫാറുകളിൽ മുഴുകുന്ന, ദുആകളിൽ മുഴുകുന്ന ആളുകൾക്കാണ് അങ്ങനെ ഒരു ചാൻസ് എന്ന സൂചനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്നത്. ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുൽ ലൈലി അസ്മ, രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ദുആ കേൾക്കുന്ന, പ്രാർത്ഥന കേൾക്കുന്ന ആ രാത്രിയുടെ സന്ദർഭം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജൗഫുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാനയാമമാണ്. രാത്രിയുടെ അവസാനയാമമാണ്. ഫസല്ലി മാ ശിഅത, നീ ഉദ്ദേശിക്കുന്ന അത്രയും നീ രാത്രിയിൽ നമസ്കരിക്കുക. ഫഇന്ന സ്വലാത്ത മഷ്ഹൂദത്തുൻ മക്തൂബത്തുൻ, തീർച്ചയായും അത് സാക്ഷ്യം വഹിക്കപ്പെടുന്നതും എഴുതപ്പെടുന്നതുമാണ്. അതുകൊണ്ട് നീ രാത്രി നമസ്കാരക്കാരനാവുക. പ്രത്യേകിച്ചും രാത്രിയുടെ അവസാനയാമം പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന, നമസ്കാരം പ്രത്യേകമായി സാക്ഷ്യം വഹിക്കപ്പെടുന്ന സന്ദർഭമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അംർ ഇബ്നു അബസ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അന്നഹു സമിഅ അൻ-നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് അദ്ദേഹം കേട്ടു, അഖ്റബു മാ യകൂനു റബ്ബു മിനൽ അബ്ദി ഫീ ജൗഫിൽ ലൈലിൽ ആഖിർ, അള്ളാഹു തൻ്റെ അടിമകളിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് രാത്രിയുടെ അവസാന സന്ദർഭത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയമാണത്. അതുകൊണ്ട് ഫഇൻ ഇസ്തതഅത അൻ തകൂന മിമ്മൻ യദ്കുറുല്ലാഹ്, ആ സമയത്ത് അള്ളാഹുവിനെ ഓർക്കുന്നവരിൽ ഉൾപ്പെടാൻ നിനക്ക് സാധിക്കുകയാണെങ്കിൽ നീ ആ സന്ദർഭം ഉപയോഗപ്പെടുത്തുക. ഫീ തിൽക സഅതി ഫകുൻ, ആ ഒരു സന്ദർഭത്തിൽ നിനക്ക് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ, അള്ളാഹുവിനെ ഓർക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ ഫകുൻ, നീ നമസ്കരിക്കുക, അള്ളാഹുവിനെ ഓർക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, യൻസിലു റബ്ബുനാ തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാനത്തെ 3 ഭാഗം അവശേഷിക്കുന്ന സന്ദർഭത്തിൽ, അവസാനത്തെ 3ാമത്തെ ഭാഗം അവശേഷിക്കുന്ന സന്ദർഭത്തിൽ. എന്നിട്ട് അള്ളാഹു പറയും, യഖൂലു മൻ യദ്ഊനി ഫഅസ്തജീബ ലഹു, ആരുണ്ടെന്നോട് ദുആ ചെയ്യാൻ ആ വ്യക്തിയുടെ ദുആക്ക് ഞാൻ ഉത്തരം നൽകും. മൻ യസ്അലുനി ഫഉഅതിഹു, എന്നോട് ചോദിക്കാൻ ആരുണ്ട് അവർക്ക് ഞാൻ നൽകുന്നതാണ്. മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു, എന്നോട് പാപമോചനം തേടാൻ ആരുണ്ട് അവർക്ക് ഞാൻ പുറത്തു കൊടുക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അള്ളാഹു ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ പ്രാർത്ഥനകളും ദിക്റുകളും എല്ലാം സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ രാത്രി നമസ്കാരത്തിൽ ഏർപ്പെടുക, ദുആകളിൽ ഏർപ്പെടുക എന്നത് വമ്പിച്ച പ്രാധാന്യവും ഫളലുമുള്ള കാര്യമാണ് എന്ന് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു തആല അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പറയുന്നു, അലൈക്കും ബിഖിയാമിൽ ലൈൽ, മുസ്ലിമീങ്ങളെ നിങ്ങൾ രാത്രിയിൽ നമസ്കരിക്കണം. ഫഇന്നഹു ദഅബു സ്വാലിഹീന ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളുടെ ചര്യയാണത്. വഹുവ ഖുർബത്തുൽ ലക്കും ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾക്ക് സാമീപ്യം നൽകുന്നതാണത്. വമുകഫിറത്തുൽ ലിസ്സയ്യിആതി, പാപങ്ങളെ അത് മായ്ച്ചു കളയുന്നതാണ്. വമൻഹാതുൻ അനിൽ ഇസ്മി, അതേപോലെ തന്നെ തിന്മകളിൽ നിന്ന് അത് നിങ്ങളെ തടയുകയും ചെയ്യുന്നതാണ്. നോക്കൂ, രാത്രി നമസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത. സലഫു സ്വാലിഹീങ്ങളുടെ, അതേപോലെ തന്നെ ഈ ഉമ്മത്തിന് മുമ്പും കഴിഞ്ഞുപോയ തലമുറകളിലെ പ്രവാചകന്മാരും സ്വാലിഹീങ്ങളും പതിവായി ചെയ്തു വന്നതാണ് രാത്രി നമസ്കാരം. മാത്രമല്ല അള്ളാഹുവിലേക്ക് നമുക്ക് ഏറെ സാമീപ്യമുണ്ടാക്കി തരുന്നു രാത്രി നമസ്കാരം. മാത്രമല്ല നമ്മുടെ പാപങ്ങളെയെല്ലാം അത് മായ്ച്ചു കളയുന്നു, തിന്മകളിൽ നിന്ന് അത് തടയുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഫളലുണ്ട് രാത്രി നമസ്കാരത്തിന് എന്ന് മനസ്സിലാക്കണം. ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈലി ഫസല്ല വഅയ്ഖദ ഇംറഅതഹു ഫഇൻ അബത് നദഹ ഫീ വജ്ഹിഹൽ മാ, റഹിമല്ലാഹു ഇംറഅതൻ ഖാമത് മിനൽ ലൈലി ഫസല്ലത് വഅയ്ഖദത് സൗജഹ ഫഇൻ അബാ നദഹത് ഫീ വജ്ഹിഹിൽ മാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഭർത്താവിനോടും ഒരു ഭാര്യയോടും കരുണ കാണിക്കട്ടെ. എന്താണ്? ഭർത്താവ് രാത്രിയിൽ നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു, ഭാര്യ ഉറങ്ങുകയാണ്, അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അവളെ എഴുന്നേൽക്കാൻ വിസമ്മതിച്ചപ്പോൾ അവളുടെ മുഖത്ത് അല്പം വെള്ളം കുടഞ്ഞുകൊണ്ട് അവളെ എഴുന്നേൽപ്പിച്ചു.
അത്രയും പ്രാധാന്യപൂർവ്വം തൻ്റെ ഭാര്യയെ കൂടി എഴുന്നേൽപ്പിച്ചിട്ട് രാത്രി നമസ്കരിച്ച ഒരു വ്യക്തിയോട് അള്ളാഹു കാരുണ്യം കാണിക്കട്ടെ. അതേപോലെ തന്നെ റഹ്മല്ലാഹു ഇംറഅത്തൻ, ഒരു ഭാര്യയോട് എന്താണ് അവൾ ചെയ്തത്? രാത്രി നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു, ഭർത്താവിനെ കൂടി വിളിച്ചു. ഭർത്താവ് എഴുന്നേൽക്കാൻ വിസമ്മതം കാണിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വെള്ളം തെളിച്ചുകൊണ്ട് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് രണ്ടുപേരും കൂടി നമസ്കരിച്ചാൽ അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം കാണിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അവരോട് അള്ളാഹു കാരുണ്യം കാണിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ഐഖള റജുലു അഹ്ലഹു മിനൽ ലൈലി ഫസല്ലയ ഔ സല്ല റകഅതൈനി ജമീഅൻ കുതിബ ഫിദ്ദാകിരീന വദ്ദാകിറാത്ത്. ആരെങ്കിലും രാത്രിയിൽ എഴുന്നേറ്റു, എന്നിട്ട് തൻ്റെ കുടുംബത്തെ കൂടി എഴുന്നേൽപ്പിച്ചു, ഭാര്യയെ കൂടി എഴുന്നേൽപ്പിച്ചു, എന്നിട്ട് രണ്ടുപേർ കൂടി ഒരു 2 റക്അത്തെങ്കിലും ഒരുമിച്ച് നമസ്കരിച്ചാൽ കുതിബ ഫിദ്ദാകിരീന വദ്ദാകിറാത്ത്, അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന വിശ്വാസികളിലും വിശ്വാസിനികളിലും കുടുംബങ്ങളിലും ഇവരുടെ പേര് അള്ളാഹു സുബ്ഹാനഹു വ തആല ചേർക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ ശുഅബുൽ ഈമാനിൽ സ്വഹീഹായ സനദോടുകൂടി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സഹ്ൽ ഇബ്നു സഅദ് അസ്സാഇദി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്നു. ജാഅ ജിബ്രീലു ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ മുഹമ്മദു, എന്നിട്ട് പറഞ്ഞു, ഓ മുഹമ്മദ്, അഹ്ബിബ് മൻ ശിഅത ഫഇന്നക മുഫാരിഖു, നീ ഇഷ്ടപ്പെട്ടവരൊക്കെ നീ ഉദ്ദേശിക്കുന്നവരെല്ലാം നീ സ്നേഹിച്ചോ, പക്ഷേ ഒരു കാര്യം നീ ഓർക്കണം, അവരെ പിരിഞ്ഞു പോകേണ്ടുന്ന ഒരു ദിവസം വരാനുണ്ട്. വഅമൽ മാ ശിഅത ഫഇന്നക മജ്സിയുൻ ബി, നീ ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്തോ, പക്ഷേ അറിയണം, എന്ത് പ്രവർത്തിച്ചാലും അതിന് തക്കതായ പ്രതിഫലം ലഭിക്കുന്ന ഒരു വേദിയുണ്ട്. നല്ലതാണെങ്കിൽ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്ത. വഇശ് മാ ശിഅത ഫഇന്നക മയ്യിതുൻ, നിനക്ക് ഇഷ്ടമുള്ള അത്രയും നീ ജീവിച്ചോ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിച്ചോ, പക്ഷേ മരിക്കുമെന്ന് ഓർമ്മ വേണം. പിന്നീട് പറഞ്ഞു, വഅലം, നീ അറിയണം, അന്ന ഷറഫൽ മുഅ്മിനി ഖിയാമുഹു ബില്ലൈൽ, ഒരു മുഅ്മിനിൻ്റെ ഷറഫ്, ഒരു വിശ്വാസിയുടെ ഇസ്സത്ത്, അവൻ്റെ പ്രതാപം, അവൻ്റെ മഹത്വം എന്നത് ആ വ്യക്തിയുടെ രാത്രി നമസ്കാരമാണ്. വഇസ്സഹു ഇസ്തിഗ്നാഉഹു അനിന്നാസ്, അവൻ്റെ ഇസ്സത്ത് ജനങ്ങളിൽ നിന്ന് സ്വയം പര്യാപ്തനാവലുമാണ്. അപ്പോൾ ഒരു മുഅ്മിനിൻ്റെ ഷറഫ്, മഹത്വം, അയാളുടെ ആദരവ്, അയാൾക്കുള്ള സ്ഥാനമെന്നത് രാത്രി നമസ്കാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. രാത്രി നമസ്കരിക്കുന്ന ആളുകൾ വലിയ ആദരവും ബഹുമാനവും ഉള്ളവരാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ പറയപ്പെട്ട ഹദീസുകളെല്ലാം തന്നെ നമുക്ക് നൽകുന്ന സന്ദേശം രാത്രി നമസ്കാരത്തിൻ്റെ പ്രാധാന്യമാണ്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലും ധാരാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി നമസ്കാരത്തിൻ്റെ ആളുകളെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രി നമസ്കാരം എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്, ഏറെ പുണ്യമർഹിക്കുന്നതാണ്. അതിന് വമ്പിച്ചതായ ഒരു പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ നാം നൽകേണ്ടതുണ്ട്.